പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ് കാലം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ സംഭവങ്ങളുടെയും അത് നടന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഈ ടെൻസുകൾ ഓരോന്നിനെയും 4ആയി വിഭജിച്ചിരിക്കുന്നു. അങ്ങനെ അടിസ്ഥാനമായി 12 ടെൻസുകളെ പറ്റി ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് പഠനത്തിൻ്റെ തുടക്കക്കാർക്ക് ടെൻസ് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. പ്രത്യേകിച്ച് സമയം, സന്ദർഭം, ഉപയോഗം എന്നിവയുടെ സൂക്ഷ്മതകൾ ഉൾപ്പെടുമ്പോൾ. ചില ടെൻസുകൾ പലർക്കും കൺഫ്യൂസിംഗ് ആയി തോന്നാം. അത്തരത്തിൽപ്പെട്ട 2 ടെൻസുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ ആശയക്കുഴപ്പമുണ്ടാകുന്ന 2 ടെൻസുകളാണ് പ്രസൻറ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും. അതിനെ മറികടക്കാനുള്ള ടിപ്സും നോക്കാം. ആശയക്കുഴപ്പത്തിന് കാരണം അവ രണ്ടും മുൻകാല സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു. പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗം വ്യത്യസ്തമാണ്. അവ തമ്മിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന വ്യക്തമായ വിശദീകരണമാണ് ഇനി പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് വേഴ്സസ് പാസ്റ്റ് സിമ്പിൾ. ആദ്യം പ്രസൻറ്റ് പെർഫെക്റ്റ് എടുക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് രൂപപ്പെടുത്തുന്നത് ഹാവ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്താണ്. എക്സാമ്പിൾ, ഐ ഹാവ് ഈറ്റൻ, ഷീ ഹാസ് ഗോൺ. ഇതിൻ്റെ ഉപയോഗം എപ്പോഴൊക്കെ എന്ന് നോക്കാം. 1. അൺഫിനിഷ്ഡ് ടൈം പീരിയഡ് refers to actions that happened at an unspecified time in the past but are connected to the present. അതായത് മുൻകാലങ്ങളിൽ അവ്യക്തമായ സമയത്ത് സംഭവിച്ചതും എന്നാൽ വർത്തമാനകാലവുമായി ബന്ധപ്പെട്ടതുമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. എപ്പോഴാണ് കണ്ടത്? അറ്റ് സം പോയിന്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ചില ഘട്ടത്തിൽ. 2. എക്സ്പീരിയൻസ്. ടോക്ക് അബൌട്ട് ലൈഫ് എക്സ്പീരിയൻസ് വിത്തൗട്ട് സ്പെസിഫൈയിങ് വെൻ. എപ്പോഴൊന്ന് വ്യക്തമാക്കാതെ ജീവിതാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുക. എക്സാമ്പിൾ, ഹി ഹാസ് വിസിറ്റഡ് ഫ്രാൻസ്. 3. റീസെൻ്റ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് ഇമ്പാക്റ്റ്. ഹൈലൈറ്റ് ആക്ഷൻസ് ദാറ്റ് അഫക്റ്റ് ദ കറൻറ്റ് മൊമെൻറ്റ്. നിലവിലെ നിമിഷത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ, ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. ഇപ്പോഴും അവ കാണുന്നില്ല. 4. റിപ്പീറ്റഡ് ആക്ഷൻസ്. ഇൻഡിക്കേറ്റ് ആക്ഷൻസ് ഡൺ മൾട്ടിപ്പിൾ ടൈംസ് അപ് ടു നൗ. ഇതുവരെ ഒന്നിലധികം തവണ ചെയ്ത പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുക. എക്സാമ്പിൾ, വി ഹാവ് ബീൻ ടു ദാറ്റ് പാർക്ക് സെവറൽ ടൈംസ്. ഈ പറഞ്ഞ 4 സാഹചര്യത്തിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി സിമ്പിൾ പാസ്റ്റ് നോക്കാം. വെർബിൻ്റെ കൂടെ ഇഡി ചേർത്ത് റെഗുലർ വേർബ്സിൻ്റെയും ഇറഗുലർ വേർബ് ഫോം ചേർത്ത് ഇറഗുലർ വേർബിൻ്റെയും പാസ്റ്റ് ടെൻസ് രൂപപ്പെടുത്തുന്നു. എക്സാമ്പിൾ, സ്റ്റഡി, സ്റ്റഡീഡ്, സീ, സോ. ഇതിൻ്റെ ഉപയോഗം എപ്പോഴൊക്കെയെന്ന് നോക്കാം. കംപ്ലീറ്റഡ് ആക്ഷൻ. ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ആൻഡ് ഫിനിഷ്ഡ് ഇൻ എ സ്പെസിഫൈഡ് പാസ്റ്റ് ടൈം. മുൻകാലത്ത് ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ചതും പൂർത്തിയാക്കിയതുമായ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഐ വാച്ച്ഡ് ദാറ്റ് മൂവി യെസ്റ്റർഡേ. 2. ഡെഫിനിറ്റ് ടൈം. ആൾവേസ് യൂസ് എ ക്ലിയർ ടൈം റെഫറൻസ്. എക്സാമ്പിൾ, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ഇൻ 2020. എക്സാമ്പിൾ, ഷീ കോൾഡ് മീ ലാസ്റ്റ് നൈറ്റ്. 3. നറേറ്റിംഗ് ഈവൻറ്റ്സ്. യൂസ് ടു ടെൽ എ സ്റ്റോറി ഓർ ഡിസ്ക്രൈബ് എ സീക്വൻസ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. ഒരു കഥ പറയാനോ മുൻകാല സംഭവങ്ങളുടെ ഒരു ശ്രേണി വിവരിക്കാനോ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹി അറൈവ്ഡ്, ഗ്രീറ്റഡ് എവരിവൺ, സാറ്റ് ഡൗൺ. ഈ 2 ടെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലാക്കണമല്ലോ. അതായത് അൺസ്പെസിഫൈഡ് ടൈമും ഇപ്പോഴും പ്രസക്തമായ കാര്യങ്ങളും പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുമ്പോൾ
നിർദ്ദിഷ്ട സമയവും പൂർത്തിയാക്കിയ പ്രവൃത്തിയും സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. വർത്തമാനകാലവുമായുള്ള ബന്ധം പ്രസൻറ്റ് പെർഫെക്റ്റിനെ ഉള്ളൂ, സിമ്പിൾ പാസ്റ്റിന് ഇല്ല. എക്സാമ്പിൾ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ, പാസ്റ്റ് സിമ്പിൾ. ആശയക്കുഴപ്പം മറികടക്കാനുള്ള ചില ടിപ്സുകളാണ് ഇനി പറയുന്നത്. നമ്മൾ നിർദ്ദിഷ്ട സമയം കാണിക്കുന്നുണ്ടെങ്കിൽ യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ എന്നിങ്ങനെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. പ്രത്യേക സമയം ഒന്നും കാണിക്കുന്നില്ലെങ്കിലോ പ്രവർത്തനം വർത്തമാനകാലത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. സംഭവം ഇപ്പോഴും പ്രസക്തമാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. എന്നാൽ കഴിഞ്ഞ കാലത്തിൽ പൂർണ്ണമായി സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. ടൈം എക്സ്പ്രഷൻ എവർ, നെവർ, ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, സിൻസ് ഇങ്ങനെയുള്ള വാക്കുകൾ പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ് വീക്ക്, ഇൻ 2020 സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്, നോ ടൈം സ്പെസിഫൈഡ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ ഹാവ് ബീൻ ടു പാരീസ്, ഐ വെൻറ്റ് ടു പാരീസ്. ഈ രണ്ട് ടെൻസുകൾ ഉപയോഗിച്ച് ധാരാളം സെൻറ്റൻസുകൾ പറഞ്ഞു എഴുതിയും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസിയായി അതിൻ്റെ ഘടന പിടികിട്ടും. സ്ഥിരമായ പരിശീലനവും ടൈം റെഫറൻസിലുള്ള വ്യത്യാസവും ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് ഈ രണ്ട് ടെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം നിശ്ചയമായും മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ തോന്നിപ്പിക്കുന്ന മറ്റു ചില ടെൻസുകളുണ്ട്. വേറൊരു വീഡിയോയിൽ അത് വിശദമാക്കാം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.